പൊന്നി ചേച്ചി ഒന്ന് നിർത്തി വെക്കും, മനുഷ്യന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ആഹാ, നിങ്ങളുടെ സൗകര്യത്തിന് വേണോ ഞാൻ ജോലി ചെയ്യാനായിട്ട്? മീറ്റിംഗുകാരോട് വേറെ എപ്പോഴേലും വിളിക്കാൻ പറ, അതെപ്പോ വേണേലും നടത്താവല്ലോ. അതുപോലാണോ ഇത്? എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ വീട്ടിൽ പണിക്ക് പോകാനായിട്ട്. ആ ഒരു മീറ്റിംഗ്. ചേച്ചി ഇപ്പൊ ഇവിടെ അടിച്ചു വാരി പോയതല്ലേ? ആ, അതിന് ഈ കസേരയുടെ മുകളിലൂടെ ഒന്ന് നോക്കിയേ. ഇങ്ങനെയാണ് അടിച്ചു വാരിയിട്ട് പോകുന്നത്? ഞാൻ നിങ്ങളുടെ പെരയ്ക്കാവും തൂത്തുവാരി തുടയ്ക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ല കസേര മേശയൊന്നും തൂത്തുവാരി തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? എന്നാൽ അത് ഓർത്തോണ്ട് വേണം എന്നോട് സംസാരിക്കാൻ. ആരാണോ വിളിക്കുന്നത്? ഈ ഫോൺ ഇതെവിടെ പോയി കിടക്കുവാണോ? കാട്ടുവായോ? ക്യാഷ്യോ? ഞാനിതൊക്കെ കഴിച്ച കാലം മറന്നു. ഇതെന്നാ ചേച്ചി ഇത്? അത് പെന്നെ ഇരിഞ്ഞൊക്കെ ചീക്കളയാനുള്ള ചീപ്പ്. ചീപ്പോ? ഇതോ? ഇതാ ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം പെന്നെ ഇരിഞ്ഞം കളയാനുള്ളതാ. ഇതല്ല, ഈ സാമാനങ്ങൾ. അപ്പോൾ ചേച്ചിയുടെ തല മുഴുവൻ പേനാണോ? എൻ്റെ തലയിലൊന്നും അല്ല പേന്. ഞാൻ ഇത് കഴിഞ്ഞേച്ച് ജോലിക്ക് പോകുന്ന ആ വീട്ടിലെ പെങ്കൊച്ചിന് കൊടുക്കാനുള്ളതാ. കണ്ട സങ്കടം വരും. ഏത് സമയം ആ കൊച്ച് 2 കൈ കൊണ്ട് മാന്തല. ഞാനാണെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തെല്ലാം വന്ന് നിന്ന് ഈ ചൊറിച്ചിലാണ്. എനിക്കൂടെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാശ് കൊടുത്ത് മേടിച്ചോണ്ട് പോവാ. ഇതൊക്കെ യൂസ് ചെയ്താൽ ശരിക്കും വേഗം പോകും. അപ്പോൾ ഉപയോഗിച്ചെല്ലാവരും പറഞ്ഞു നല്ലതാന്ന്. ഇങ്ങോട്ട് വാങ്ങിട്ടു. ഞാൻ അന്വേഷിക്കാതല്ലേ മേടിക്കാൻ പോകുന്നത്. അല്ല, ഞാൻ ചോദിച്ചെന്നു വെച്ചാലേ, എൻ്റെ പരിചയത്തിലൊരു ചേച്ചിയുടെ മോടെ തല ഫുള്ള് പേനാ. അതിന് അല്ല, അതിന് അവർ കുറേ പല രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്ത് നോക്കിയിട്ടങ്ങ് ഒരു രക്ഷയില്ല. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ചൊന്നും അല്ല കൊച്ചിൻ്റെ തലയിൽ. വേണ്ട, ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ പേനുള്ളവരുടെ തല വരെ അവർ കംപ്ലീറ്റ് ആയിട്ട് പേനിനെ ഇതിൻ്റെ എല്ലാം മാറ്റി കൊടുക്കും. പിന്നെ പേൻ കടിച്ചുണ്ടാകുന്ന കുരുവോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഡോക്ടർമാരും ഉണ്ട്, അതിൻ്റെയും ചികിത്സയുണ്ട് അവിടെ. എന്നാൽ ചേച്ചി എനിക്ക് അവരുടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും തരണേ. ആ, നമ്പർ ഞാൻ തരാം. പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിനകത്ത് തപ്പിയാൽ മതി, ഹിബിസ്കാൻ. ഓ, ഫോണൊന്നും സഞ്ചിക്കകത്ത് വെക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ഹലോ. ഓ ഇല്ല, അവൾക്ക് ജോലി നോക്കുക. ആ, അവള് BCA കഴിഞ്ഞതാ. ഇത്രയും തന്നെ പഠിപ്പിച്ചത് തന്നെ അവിടെ നിർബന്ധത്തിന്. ഓ ഇല്ല ഇല്ല ഇല്ല, ഇനി ജോലി നോക്കുക. എടി ഞാൻ പിന്നെ വിളിക്കാം, ഞാനിവിടെ ഒരു വീട്ടിൽ ജോലിയില്ല. ആ ശരി. ചേച്ചിയുടെ മോള് BCA പഠിച്ചതല്ലേ? വേണമെങ്കിൽ ബയോഡാറ്റ തരുവാണെങ്കിൽ എൻ്റെ കമ്പനി വേണമെങ്കിൽ റെഫർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സിന് ഏകദേശം ഒരു 20,000 ഒക്കെ സ്റ്റാർട്ടിങ് സാലറി കിട്ടുമായിരിക്കും. അയ്യടാ, 20,000 രൂപ? നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കുത്തി ഇരിക്കാൻ വേണം. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതും ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്നത് 20,000 രൂപ. ആ സമയം ഉണ്ടെങ്കിൽ 6 വീട്ടിൽ പണിക്ക് പോയാലേ രൂപ 60,000 കയ്യിലിരിക്കും. ആഹാര ചെലവും നടക്കും. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഈ പെണ്ണുമ്പിളുടെ വായിരിക്കുന്നത് കേൾക്കഴിഞ്ഞിട്ട്. ഉപകാരത്തിന് പറഞ്ഞാലോ അപമാനം. നെല്ലിപ്പുളി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.